സിംഹവും പുള്ളിപ്പുലിയും. പണ്ട് പണ്ട് വിശാലമായ ഒരു പച്ചക്കാട്ടിൽ ലിയോ എന്നു പേരുള്ള ധീരനായ ഒരു സിംഹം താമസിച്ചിരുന്നു. ഈ കാട്ടിലെ ഏറ്റവും ശക്തൻ ഞാനാണ് എന്ന് ലിയോ എപ്പോഴും പറയുമായിരുന്നു. അധികം ദൂരെയല്ലാതെ പാറക്കെട്ടുകളുള്ള കുന്നുകളിൽ കാമി എന്നു പേരുള്ള വേഗതയേറിയ ഒരു പുള്ളിപ്പുലി താമസിച്ചിരുന്നു. ഈ കാട്ടിലെ ഏറ്റവും വേഗതയുള്ളത് ഞാനാണ് എന്ന് കാമി പറയുമായിരുന്നു. ഒരു ദിവസം അവർ ഒരു പുഴയുടെ അടുത്തുവെച്ച് കണ്ടുമുട്ടി. ശക്തിയാണോ വേഗതയാണോ മികച്ചതെന്ന് നമുക്ക് നോക്കാം, ലിയോ പറഞ്ഞു. സമ്മതിച്ചു, കാമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവർ ഒരു സഹായത്തിനായുള്ള നിലവിളി കേട്ടത്. ഒരു മാൻകുട്ടി പുഴയിൽ കുടുങ്ങി ശക്തമായ ഒഴുക്കിൽ അത് പിടയുന്നുണ്ടായിരുന്നു. സമയം പാഴാക്കാതെ കാമി പുള്ളിപ്പുലി പുഴയുടെ തീരത്തുകൂടി വേഗത്തിൽ ഓട്ടി മാൻകുട്ടിയുടെ അടുത്തുള്ള ഒരു പാറയിലേക്ക് ചാടി. പക്ഷേ മാൻകുട്ടിയെ പുറത്തെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല, അവൾക്കത്ര ശക്തിയുണ്ടായിരുന്നില്ല. അപ്പോൾ ലിയോ സിംഹം അവിടേക്ക് വന്നു. അവന്റെ ശക്തമായ ബലമുപയോഗിച്ച് അവൻ മാൻകുട്ടിയെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. മാൻകുട്ടി സന്തോഷത്തോടെ കുലുങ്ങി അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. കാമി ലിയോയെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ ശക്തിയാണ് മാൻകുട്ടിയെ രക്ഷിച്ചത്. ലിയോ മറുപടി പറഞ്ഞു, നിങ്ങളുടെ വേഗതയാണ് ആദ്യം മാൻകുട്ടിയുടെ അടുത്തെത്തിയത്. അവർ രണ്ടുപേരും ചിരിച്ചു. തനിച്ചായിരിക്കുമ്പോൾ നമ്മൾ ശക്തരാണ്, പക്ഷേ ഒരുമിച്ച് നമ്മൾ ഏറ്റവും മികച്ചവരാണ്. അന്നുമുതൽ സിംഹവും പുള്ളിപ്പുലിയും സുഹൃത്തുക്കളായി. അവരുടെ ധൈര്യവും വേഗതയും ശക്തിയും ഉപയോഗിച്ച് അവർ കാട്ടിലെ മൃഗങ്ങളെ സഹായിച്ചു. എല്ലാവർക്കും പ്രത്യേക കഴിവുകളുണ്ട്. എന്നാൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, തനിച്ചായിരിക്കുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും.